രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കാട്ടാന, കാട്ടുപന്നി, പുലി, കടുവ തുടങ്ങി മനുഷ്യ-മൃഗസംഘർഷങ്ങൾ രൂക്ഷമാകുന്നു. കടുവാക്രമണത്തിൽ അവസാനത്തെ ഇരയായിരിക്കുകയാണ് ഇപ്പോൾ വയനാട് പഞ്ചാരക്കുല്ലി സ്വദേശി രാധയും. വയനാട്ടിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ ഇനിയുമുണ്ട്. നരനായാട്ടിൻ്റെ നാൾവഴികൾ പരിശോധിക്കാം. ശ്രുതി പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട്ടിലെ ഓരോ ജനങ്ങളും ഇന്ന് ഭയത്തിന്റെ നിഴലിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങി ഒരു ഭാഗത്ത് പ്രകൃതി പ്രക്ഷോഭങ്ങൾ, മറുപുറം പരിശോധിച്ചാൽ കാടിന്റെ അടങ്ങാത്ത കലി. കാട്ടാന, കാട്ടുപന്നി, പുലി, കടുവ തുടങ്ങി ആക്രമണങ്ങളിൽ ഓരോ ദിവസവും മനുഷ്യജീവൻ പൊലിയുന്നു. 10 വർഷത്തിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേർ. കടുവ ആക്രമണത്തിൽ ഒടുവിലത്തെ ഇരയായിരിക്കുകയാണ് വയനാട് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയും. വയനാട്ടിലെ കടുവ ആക്രമണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കടുവ ആക്രമണത്തിന്റെ പോയ വർഷങ്ങൾ ഇങ്ങനെ. 2015 ഫെബ്രുവരി 10 കർഷകന് നേരെ കടുവ ആക്രമണം. 62-കാരനായ ഭാസ്കരനാണ് കൊല്ലപ്പെട്ടത്. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി മേഖലയോട് ചേർന്നുള്ള പ്രദേശമായ നൂൽപ്പുഴയിലായിരുന്നു സംഭവം. വനപ്രദേശത്തിലൂടെ പോയ കർഷകനെ കടുവ ആക്രമിക്കുകയായിരുന്നു. 4 മാസം പിന്നിട്ടപ്പോഴേക്കും വയനാട്ടുകാരെ ഭീതിയിലാഴ്ത്തി വീണ്ടും കടുവ ആക്രമണം. ജൂലൈയിൽ കുറിച്യാട് സ്വദേശി ബാബുരാജിനെ കടുവ ഭക്ഷിച്ചു. വനവാസി യുവാവായ ബാബു വിറകും മറ്റു വനവിഭവങ്ങളും ശേഖരിക്കാനായി പോയപ്പോഴായിരുന്നു ആക്രമണം. പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടുവെങ്കിലും ഫലം കണ്ടില്ല. 2015 തന്നെ 3ാമത്തെ കടുവ ആക്രമണമുണ്ടായി. തോൽപ്പെട്ടി സ്വദേശിയായ ബസവനും കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2019 പിന്നീടുണ്ടായ കടുവ ആക്രമണം. ഡിസംബറിൽ പടച്ചിറ സ്വദേശിയായ ജഡയൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 1 വർഷം കഴിഞ്ഞപ്പോൾ 2020 പുൽപ്പള്ളി സ്വദേശിയായ ശിവകുമാർ കടുവയ്ക്ക് ഇരയായി. വിറക് ശേഖരിക്കാനായി വനപ്രദേശത്ത് എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ശിവകുമാറിന്റെയും മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു. 2023 ജനുവരിയിൽ പുതുശ്ശേരി സ്വദേശി തോമസ് ആയിരുന്നു കൊല്ലപ്പെട്ടത്. ഇതേ വർഷം ഡിസംബറിൽ നാടിനെ നടുക്കി വീണ്ടും കടുവ ആക്രമണം. യുവ കർഷകനായിരുന്ന വാഗേരി മൂടക്കുല്ലി സ്വദേശി പ്രജീഷ് കൊല്ലപ്പെട്ടു. പുല്ലുപറിക്കാനായി പോയപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു. പ്രതിഷേധം കനത്തതോടെ കടുവയെ പിടികൂടാൻ ഉത്തരവിട്ടു. ഡിസംബർ 18 പ്രജീഷിനെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന കടുവയെ വനം വകുപ്പ് പിടികൂടിയിരുന്നു. ഇവിടം കൊണ്ടും അവസാനിച്ചില്ല. കടുവ ആക്രമണത്തിൽ പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയും ഇരയായി. കാപ്പിക്കുരു പറിക്കുന്നതിനിടെയായിരുന്നു കടുവ ആക്രമണം. തണ്ടർബോൾട്ട് സംഘം നടത്തിയ തിരച്ചിലിലാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു. വീണ്ടും പ്രതിഷേധം ഉയർന്നു. കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവായി. എന്നാൽ ഇതുകൊണ്ട് വയനാട്ടുകാരുടെ പ്രശ്നം അവസാനിക്കുമോ? ഇനിയൊരു വന്യജീവി ആക്രമണത്തിൽ ഒരാളുടെയും ജീവൻ പൊലിയില്ലെന്ന് സർക്കാരിന് ഉറപ്പു പറയാൻ സാധിക്കുമോ? വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സർക്കാർ എന്തു നടപടി സ്വീകരിച്ചുവെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുന്നു.